ചേട്ടായി രാജാവ് ഞാൻ എടുക്കുക അൺബോക്സ് ചെയ്തേ ഉള്ളൂ കേട്ടോ. അടുത്ത രാജാവ് പൂജരാജാക്കന്മാരെ എടുക്കുകയാണ്. നീ എന്നെ മുഖം കാണിക്കണം. സോൻസൂട്ടി ഇവിടെ പുൽക്കൂട് നമ്മൾ പുൽക്കൂട് ട്രയൽ കേട്ടോ, നമ്മൾ ആയില്ല. ജസ്റ്റ് പുൽക്കൂട് ഓൺലൈൻ വഴി ഓർഡർ ചെയ്തതാണ്. നമ്മൾ പുൽക്കൂട് വാങ്ങിച്ച് ഓൺലൈൻ നല്ല പാക്കിങ്ങിനകത്ത് കേട്ടോ. ഇത് ഏതോ ഒരു ആട്ടിടേനാണ്. ആട്ടിടേനെ ഒന്ന് കാണിച്ചേ, അടുത്തോട്ടൊന്ന് കാണിച്ചേ. ഇത് ആട്ടിടേൻ ഓൺലൈൻ വഴി മേടിച്ചാന്നാ പറഞ്ഞു. ഓൺലൈൻ വഴി മേടിച്ച ആട്ടിടേനുള്ള ആട്ടിടേ കേട്ടോ. ചെറുത് മതി, ചെറുതാണെന്നത്. ഒത്തിരി വലിയ രൂപമൊക്കെ വേണം മേടിച്ചാലും വലിയ കാര്യമില്ല. നമുക്ക് ജസ്റ്റ് ഒരു സന്തോഷത്തെ ഒരു ബോക്സിലാണ് വന്നേക്കുന്നത്. ഓരോ രൂപയും സെപ്പറേറ്റ് ആയിട്ട് പൊതിഞ്ഞാണ് വന്നേക്കുന്നത്. പുൽക്കൂടിൻ്റെ ട്രയൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ ആൾക്കാരാണ് ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ ഇതിപ്പം നമുക്കൊരു ആട്ടിൻകുട്ടീനെ അതാണ് തലമൂത്ത ആട്ടിടയൻ. നേതാവ് അതാണ്, വലുതാണ്. നേതാവിനെ ഒന്ന് എടുത്ത് കാണിക്കാവോ? ഇതാണ് ആട്ടിടയന്മാരുടെ നേതാവ് എന്ന് പറഞ്ഞ് പുള്ളി നടന്നു വന്നോണ്ടിരിക്കും. ഈ നേതാവിന് ഇത് പയ്യനാന്ന് തോന്നുന്നു. പയ്യൻ സാധനം മീശയില്ലല്ലോ. ഇത് മീശയില്ലാത്ത മീശയില്ലാത്ത ഇതാന്ന് തോന്നുന്നു. അപ്പൊ ഇത് പയ്യനാന്ന് തോന്നുന്നു. പൊക്കം കൂടിയ പയ്യനാന്ന് തോന്നുന്നു കേട്ടോ. ശരി. ബാക്കിയുള്ളവരൊക്കെ നടന്നു വരുന്നേ ഉള്ളു അല്ലേ? ശരി. ഇതാണ് നമ്മുടെ മേരി മാതാവ്. മേരി മാതാവിൻ്റെ രൂപമാണിത്. ക്രബ് സെറ്റിനകത്തുള്ള മേരി മാതാവ് കഴിഞ്ഞ ഔസപിതാവോ? ഉണ്ട്. ഇത് പലതും പല പാക്കറ്റിനകത്താണ്. ഇത് രാജാവ് പൂജരാജാക്ക ഒരു സ്വർണം. ഇത് ഏത് രാജാവാണ് സൂട്ടി? ഇത് വേറെ, ഇത് സ്വർണം. ഇതാണ് സ്വർണം. ഇപ്പൊ എന്റെ തന്നേക്കുന്നതാണ് സ്വർണം. ഏതാ? ഇത് മീറയാണോ? ഇത് അറിയാവുന്നവരൊന്ന് പറയണേ. ചിലർക്ക് ഒക്കെ നമുക്ക് തെറ്റിപ്പോവും. ചിലപ്പോൾ ഇതൊന്നും എല്ലാ സെറ്റും വന്നു കഴിഞ്ഞാലേ ഉള്ളൂ അറിയത്തുള്ളൂ ഇതിനകത്ത് ഏതാണ് സ്വർണം കൊണ്ടുവന്ന രാജാവ്, ഏതാണ് മീറ കൊണ്ടുവന്ന രാജാവ്, ആരാണ് കുന്തിരിക്കം കൊണ്ടുവന്നത്. സ്വർണം മീറ കുന്തിരിക്കം എന്നാണ് പറയുന്നത് കേട്ടോ. ഇതാണ് അടുത്ത രാജാവ്. ഈ രാജാവ് എന്താണ് കൊണ്ടുവന്നതെന്നാണ് പറഞ്ഞത്. മറ്റേ പഴമ്പര കറുത്ത നിറത്തിലുള്ള ഒരു രാജാവുണ്ട്. ഒരു ഈജിപ്തിലെ രാജാവ്, ഒരു കറുത്ത രാജാവ് പണ്ട് പോലെ ഇതിനകത്തുള്ളത്. ഒരു കറുത്ത അല്ലേ, ബ്ലാക്ക് കളറുള്ള രാജാവ്. ഓരോ എത്നിക് ഗ്രൂപ്പിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. പശു ആ പശുവിനെ ഒന്ന് ഇങ്ങോട്ടൊന്ന് കാണിക്കുമോ? ഇതാണ് നമ്മുടെ ക്ലബ് സെറ്റിനകത്ത് വന്നേക്കുന്ന പശു. ഇതിനെ കണ്ടിട്ടൊരു ഗിർ പശുവിൻ്റെ ഷേപ്പാണ് കൊടുത്തേക്കുന്നത്. ഗിറിൻ്റെ ഷേപ്പാണ് കൊടുത്തേക്കുന്നത്. അതെ, ഭാരതീയ ഗിർ പശുവിൻ്റെ ഷേപ്പാണ് കൊടുത്തേക്കുന്നത്. ഇനി ഇങ്ങനെ തിരിച്ച് നോക്കാം. എല്ലാം മൈനർ ഡീറ്റെയിൽസ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഇനി ഏതെങ്കിലും ഉണ്ടോ? മാലാഖയെ കാണിക്കൂ. ഇപ്പം നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന ആൾക്കാരെയൊക്കെ ഇവിടെ വെച്ചേക്കുക. നമ്മളതിൻ്റെ ഒരു അൺബോക്സിങ്ങിലാണ്. നമ്മൾ ക്രബ് സെറ്റിനകത്ത് ഇങ്ങനെ ഇട്ട് തൂക്കുക. ഇതിവിടെ മാലാഖ ഉണ്ട്. മാലാഖ നമ്മൾ ക്രബ് സെറ്റിൻ്റെ മേളിലാണ് സെറ്റ് ചെയ്യുന്നത്. മാലാഖ ഒന്ന് കാണിച്ച്, ക്ലോസർ വ്യൂ ഒന്ന് കാണിക്കട്ടെ. ഇതാണ് നമ്മുടെ സെറ്റിനകത്തുള്ള മാലാഖ. സ്പ്രേ പെയിൻ്റ് അടിച്ചപ്പോൾ മാലാഖയുടെ ഇടത് കണ്ണിലൊക്കെ കുറച്ച് സ്പ്രേ പെയിൻറ്റ് പോയിട്ടുണ്ട്. എല്ലാവരും സൂക്ഷിക്കുക, മാലാഖയുടെ കണ്ണിലൊന്നും ഇതുപോലെ സ്പ്രേ പെയിൻ്റ് അടിക്കരുത്. എങ്കിൽ ഈ ക്രബ് സെറ്റിനകത്ത് ബാക്കിയുള്ളതെല്ലാം മൈനർ ഡീറ്റെയിൽസ്. ഇത് എന്ത് ഭാഷയല്ല, സ്പാനീഷാണ് എഴുതിയേക്കുന്നത്. ഏത് ഭാഷയാണ് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇതാണ് ബാക്ക് സൈഡ്. ഇതെല്ലാം ക്ലേ ആണോ? ഇത് കണ്ടോ, ഔസപിതാവ് കണ്ടോ.
ഇതാണ് ഔസേപ്പിതാവ് അല്ലേ? താടിയും മുടിയും വളർത്തിയ ഔസേപ്പിതാവ്. ആ ആ ആ ഇതിനകത്ത് ഉണ്ട്. ഇതാണ് ക്രബ്സെറ്റിനകത്തുള്ള ഔസേപ്പിതാവിൻ്റെ രൂപം. ഇത് പാക്കിങ് ഒരു പൊട്ടിപ്പോകാത്ത പാക്കിങ് ഇത്. ഇത് ഏതൊക്കെയായാലും ഈ രൂപം പെയിൻറ് ചെയ്തവർ കണ്ണൊക്കെ നോക്കിയിട്ടുണ്ട്, മുഖത്തൊന്നും അത്ര വന്നിട്ടില്ല, നന്നായിട്ട് ലിഫ്റ്റിക്ക് ഇട്ടിട്ടുണ്ട് ഔസേപ്പിതാവിന്. ഔസേപ്പിതാവിൻ്റെ പണ്ട് കാലം മുതൽ രൂപം ക്രബ്സെറ്റ് ഉണ്ടാക്കുന്ന ചെറുപ്പം മുതലേ നല്ല രസമുള്ളതാണ്. ഇത് കഴുതയാണെന്ന് തോന്നുന്നു, പക്ഷേ ഷേപ്പിനെന്തോ കാളക്കുട്ടിയുടെ ഷേപ്പായിട്ടാണ് തോന്നുന്നു. കഴുതയുടെ കളർ അടിച്ചേക്കുന്നു കേട്ടോ. കണ്ണൊക്കെ മാൻ്റെ കണ്ണ് പോലെ വരച്ചിട്ടുണ്ട്. ഇത് ഉദ്ദേശിച്ചേക്കുന്നത് കഴുതയാണെന്ന് തോന്നുന്നു. കളർ കണ്ടിട്ട് കഴുതയുടെ കളറാണ്. അതോ വേറെ എന്തെങ്കിലും മൃഗമാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ അടുത്തത് ചെമ്മരിയാടാണ് കേട്ടോ. ചെമ്മരിയാടാണ്. ചെമ്മരിയാടിനെ മുഖവും എല്ലാത്തിൻ്റെയും കണ്ണ് സൂപ്പറായിട്ട് എഴുതിയിട്ടുണ്ട്. ഐലൈനറും ഐലാഷസൊക്കെ വരച്ചിട്ടുണ്ട്. ഇതിപ്പം ശരി. അടുത്ത് വേറൊരു പൂജ രാജാക്കന്മാരിൽ അവസാനത്തെ ആളാണ്. കയ്യിലിരിക്കുന്നത് ഒരു കുന്തിരിക്കമാണെന്ന് തോന്നുന്നു. ആ ശരി. ഇതാണ് ആ രാജാവിൻ്റെ രൂപം. വീണ്ടും ഒരു ചെറിയ ചെമ്മരിയാടാണ്. എല്ലാം അൺബോക്സ് ചെയ്ത് കഴിഞ്ഞോ? നമ്മുടെ ഉണ്ണീശോയാണ് പുൽക്കൂട്ടിലെ പ്രധാന ആള്. ഉണ്ണീശോയുടെ രൂപമാണ്, വളരെ ഭംഗിയായിട്ടുണ്ട്. പക്ഷെ ഉണ്ണിക്കും പെയിൻറ് ചെയ്തപ്പം ഒരു മുഖത്തോട്ടൊക്കെ ഇച്ചിരി പെയിൻറ് സ്പ്രെഡായിട്ടുണ്ട്. അപ്പോൾ അഥവാ ആരെങ്കിലും പെയിൻറ് ചെയ്യുവാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണേ. ഇരിക്കുന്നത് പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ട്രയലാണ്. അതിനകത്ത് ഇപ്പം തൽക്കാലം നമ്മുടെ ഡെക്കറേഷൻ പ്ലാസ്റ്റിക് പുല്ലാണ് വെച്ചേക്കുന്നത്. തോരണമാണ് അല്ലേ? ഇപ്പോൾ ഒരു ട്രയലായത്. മൊത്തം എത്ര ആൾക്കാരുണ്ട് ഇപ്പോൾ ഇതിനകത്ത്? ശരി. ക്രബ്സെറ്റിനകത്ത് മൊത്തത്തിൽ എത്ര രൂപമുണ്ട്? മാതാവിനൊന്നും വെച്ചാൽ കാണത്തില്ല. ഇങ്ങോട്ടൊന്ന് വെക്കാവോ? ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാവോ? ഇവിടെ സെറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എങ്ങനെ വെക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തൊന്ന് സെറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ. സാധാരണ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. സാധാരണ സെറ്റ് ചെയ്യുന്ന ആദ്യം വന്നത് ആട്ടിടയന്മാരല്ലേ? ആട്ടിടയന്മാർ ഇങ്ങനെ ഒരാട്ടുംകുട്ടിക്കുണ്ട്. പിന്നെ പശുവും കാളയൊക്കെ ഫ്രണ്ടിൽ. ഉണ്ണീശോ പറഞ്ഞത് കാലിത്തൊഴുത്തിലാണ്. അപ്പം കാലിത്തൊഴുത്തിൽ ഇവർക്കെല്ലാം കൂടെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. ഉണ്ണീശോയ്ക്ക് തന്നെ സ്ഥലം പുൽത്തൊട്ടിയെ കിട്ടി. ഒരു രാജാവ് ഇങ്ങനെ നേരത്തെ വന്നിരിക്കുന്നുണ്ട്. ഇപ്പം എത്ര രാജാക്കന്മാരുണ്ട്? 3 രാജാക്കന്മാർ സന്നിഹിതരാണോ? രാജാവാണ്. ഒരു രാജാവിൻ്റെ ഒട്ടകമുണ്ട്. ഈ രാജാവിൻ്റെ ഒട്ടകം. ഈ നമ്മുടെ രൂപക്കൂട്ടിലെ ആൾക്കാരെ ഒന്ന് പരിചയപ്പെടുത്തിക്കോ ഓരോരുത്തരെ. ആദ്യം ആരാ വന്നത്? ആദ്യം പശുക്കളുണ്ട്. അതിനകത്ത് ഉണ്ണീശയുണ്ട്, മാതാവ് ഔസേപ്പിതാവ് ഉണ്ടോ. ഓരോരുത്തരും ഒന്ന് തൊട്ട് കാണിച്ച്. നമ്മളിപ്പം അൺബോക്സ് ചെയ്തതാണ്. ട്രയൽ സെറ്റിങ്. ഇനി നമുക്ക് കസിൻസൊക്കെ വരാനുണ്ട്, പിള്ളേരൊക്കെ വരാനുണ്ട്. അവർ വരുന്നതനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് മാറ്റി മാറ്റി വെക്കുന്നതായിരിക്കും. ഇതാണോ സെറ്റ് ചെയ്യുന്നത് കേട്ടോ? ആണോ? ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. ഇതാണ് ഉണ്ണീശോ. പശു
ഉണ്ണീശോ, മേരി മാതാവ്, മേരി മാതാവ്, നടുക്ക് നിൽക്കുന്നു. ഔസേപ്പിതാവ്, നമ്മുടെ മാലാഹ, പിന്നെ വന്ന ആട്ടിടയന്മാർ, പിന്നെ നമ്മുടെ രാജാക്കന്മാർ. ഒട്ടകത്തെ കാണിച്ചില്ലായിരുന്നു മുമ്പേ. ഒട്ടകവും രാജാവും കൂടെ ലേറ്റായിട്ടാണ് വരുന്നത്. ഈ രാജാവ് ഒരു രാജാവ് വന്നുണ്ടോ ഉണ്ടോ? ഒരു രാജാവ് വന്നു. മുമ്പേ ഒട്ടകത്തെ കാണിക്കാൻ വിട്ടുപോയെന്നു ഉണ്ടോ? 3 രാജാക്കന്മാർ ഈ രാജാവിൻ്റെ പുറകിൽ. ഒരു രാജാവ് വന്ന് ഇത് ചെയ്തു. ശരി, ഇതാണ് ഒട്ടകം. ശരി, ഓൾറെഡി 2 എത്ര ആട്ടിടയന്മാരുണ്ട് ഇപ്പോൾ ഇതിനകത്ത്? 3 ആട്ടിടയന്മാരുണ്ട്. അതെല്ലാവരും ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്, അതോ പല സ്ഥലത്തായിട്ടാണ് മാറ്റി വെച്ചേക്കുന്നത്? ഈ ക്രിബ് സെറ്റിനകത്ത് എത്ര ആട്ടിടയന്മാരുണ്ട്? ഈ ക്രിബ് സെറ്റിനകത്ത് എത്ര ആട്ടിടയന്മാരുണ്ട്? 3 ആട്ടിടയന്മാർ. 3 ആട്ടിടയന്മാരുണ്ട് കേട്ടോ. എത്ര ആടുണ്ട്? 6 ആടുണ്ട്. 6 ആടുണ്ട്. ഇനി അഡീഷണൽ ആടുകളെ നമുക്ക് 7 ആടുണ്ട്. ആട്ടിടയന്മാരുടെ കയ്യിലല്ല ഓരോ ആടുണ്ട്. പിന്നെ അതെ ഇവിടുത്തെ ഓരോ ആട്ടിടയന്മാരുടെ കൂട്ടത്തിൽ ഓരോ ആടുണ്ട്. നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ഈ ആട്ടിടയന്മാരുടെ കൂട്ടത്തിൽ, ആട്ടിടയൻ്റെ കൂട്ടത്തിൽ ഒരാടുണ്ട് സൈഡിൽ, കണ്ടോ? ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. പിന്നെ ഈ ആട്ടിടയൻ്റെ തോളത്തൊരാടുണ്ട്. അവരെയും കൂടെ കൂട്ടിയാണ് ഈ ആടിൻ്റെ എണ്ണം പറഞ്ഞേക്കുന്നത് കേട്ടോ. പിന്നെ ഒരു പശുവുള്ളൂ, ഒരു ഗീർ പശുവുള്ളൂ, ഒരു കഴുതയുണ്ട്. ഈ കഴുതപ്പുറത്താണ്. അപ്പോൾ കഴുത എന്ത് ചെയ്യും? അത് കഴുതയല്ലേ? കഴുതപ്പുറത്തല്ലേ കന്യാമറിയത്തെയായിട്ട് വന്നത് നസറത്തിൽ. ശരി, നമ്മളിപ്പം ഇത് ക്ലബ് സെറ്റ് അൺബോക്സ് ചെയ്ത് ഏതൊക്കെ രൂപങ്ങളുണ്ട്, ഏതെങ്കിലും രൂപത്തിന് ട്രാൻസ്പോർട്ടേഷനിൽ കേടുപാട് വന്നിട്ടുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത് കേട്ടോ. ക്ലബ് സെറ്റ് നമ്മുടെ സിസ്റ്ററുടെ പിള്ളേർ വന്നിട്ടേ ഉള്ളൂ. അത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് അവർ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മളിപ്പോൾ എന്നൊക്കെ ഉണ്ടെന്ന് ഒന്ന് നോക്കാൻ വേണ്ടിയാണ് എടുത്ത് വെച്ചത് കേട്ടോ. ഇതൊക്കെ നമുക്ക് ലൈറ്റുള്ള പുൽക്കൂടാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. അതവിടെ ബാക്ക് സൈഡിൽ കുത്തിയാൽ മതി. അതിനിതുണ്ട്, അതാ ബാക്കിലെ പവർ. ഇവിടെ നമ്മുടെ പുൽക്കൂടിനകത്ത് ലൈറ്റുള്ള പുൽക്കൂടാണ് കേട്ടോ. എന്നിട്ട് കച്ചിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ലൈറ്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ നന്നായിട്ട് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലൂസ് കണക്ഷനാണോ സൂട്ടി? ചെറിയൊരു ലൂസ് കണക്ഷനായിരുന്നു, നമ്മളത് ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറേ അധികം സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ രൂപങ്ങളെല്ലാം തൽക്കാലം നമ്മൾ പുൽക്കൂടിനകത്ത്, ഇത് ലൈറ്റുള്ള പുൽക്കൂടാണ്, ഇത് നമ്മൾ വാങ്ങിയതാണ് സംക്രാന്തിയിൽ നിന്ന്. A1 ഫാൻസി സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. ശരി, അപ്പം തൽക്കാലം നമ്മൾ എല്ലാവരെയും ഒന്ന് കയറ്റി വെച്ച് ഇതിനകത്ത് ആരെയൊക്കെ എവിടെയൊക്കെ വെക്കാമെന്നുള്ളതാണ് നോക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ. ഞങ്ങളുടെ ഒരു ഐഡിയയ്ക്ക് അങ്ങ് വെച്ചതാണ്. ഇനിയിപ്പം പൊസിഷൻസ് മാറ്റണമെങ്കിലോ, ഇതിപ്പം വീടിനകത്താണ് വെച്ചേക്കുന്നത്, ഔട്ട് സൈഡിലോട്ട് മാറ്റി വെക്കണമെങ്കിൽ വെക്കാം. നമ്മളെ കുട്ടികൾ വരുന്നുണ്ട്, കസിൻ സിസ്റ്ററുടെ കുട്ടികൾ വരുന്നുണ്ട്. അവർ വന്നിട്ട് ഇനി ഇത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കട്ടെ. നമ്മൾ കുട്ടികളെയും കൂടെ ഉദ്ദേശിച്ചാണ് ഇതെല്ലാം വാങ്ങിച്ചേക്കുന്നത്. കുട്ടികളായിരിക്കുമ്പം ക്രിബ് സെറ്റ് ഉണ്ടാക്കുന്നതൊക്കെയാണ് അതിൻ്റെ ഒരു സന്തോഷം. ട്രീ ഒക്കെ അലങ്കരിക്കാനുള്ള ബാക്കി സംഗതികളും ഒക്കെ വാങ്ങിയിട്ടുണ്ട്, ഒത്തിരി സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇതാണ് അടുത്ത ഐറ്റം.
ഇത് മേരി ക്രിസ്മസ് എന്നുള്ള. നമ്മളിപ്പോൾ ക്ലബ് സെറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇത്രയാണ്. ഇനി ലൈറ്റൊക്കെ ഉണ്ട്, അത് നമുക്ക് നാളെ കാണിക്കാം. അപ്പോൾ ഒത്തിരി സമയം പോയി. അപ്പം ബൈ.